Students, welcome to the class. See, revolved section and the removed section. Revolved section. എല്ലാം കഴിഞ്ഞ വീഡിയോയിലുള്ളതാണ്, എന്നാലും ഞാൻ കൂടി പറയാം, കാരണം പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. റിവോൾവ്ഡ് സെക്ഷൻ, റിവോൾവ്ഡ് സെക്ഷൻ എന്താണ് റിവോൾവ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂയിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങിൽ വരച്ചു കഴിഞ്ഞാൽ അത് എന്താണ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 4 ലൈനോ ഉണ്ടാവുള്ളൂ. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ക്രോസ് സെക്ഷനെ അതിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കുന്നത്, അതിനെയാണ് റിവോൾവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം, ഇവിടെ ഞാൻ ചിത്രം വരച്ച് മനസ്സിലാക്കി തരാം. ഇപ്പൊ ഒരു റെയിൽവേ പാളം കണ്ടിട്ടില്ല നിങ്ങള്? റെയിൽവേ പാളത്തിന് അതിന് ഡ്രോയിങ്ങിൽ ഇവിടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഇല്ലേ? ഇവിടെയാണ് ഇതിന്റെ ട്രെയിനിന്റെ ചക്രം ഇവിടെയാണ് നിൽക്കുക അല്ലേ? ഇത് അടിഭാഗം ഇവിടെ ഇങ്ങനെ ഉറപ്പിക്കും, അണിയക്കെട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഉറപ്പിക്കും. ഇതാണ് റെയിൽ. ഇതിന്റെ മുകളിൽ കൂടിയാണ് തീവണ്ടി ഇങ്ങനെ പോകുക അല്ലേ? ഇതാണ് റെയിൽവേ പാളം. അപ്പൊ ഇത് ഡ്രോയിങ്ങിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക, റെയിൽവേ പാളാണെന്ന് മനസ്സിലാവുക. ഇതൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു 4 ലൈൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു 4 ലൈൻ കൊടുത്തിട്ടുണ്ടാവും. ഇതെന്താണ് നമുക്ക് മനസ്സിലായാലും ഡ്രോയിങ്ങിൽ. അപ്പൊ അത് എന്താണ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ക്രോസ് സെക്ഷൻ, ഇപ്പൊ റെയിലിന്റെ ക്രോസ് സെക്ഷൻ അങ്ങനെയുണ്ടല്ലോ. അപ്പൊ അതിനെ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഇതാണ് റെയിലിന്റെ ക്രോസ് സെക്ഷൻ. ഇതിനാണ് നമ്മൾ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഒരു ഒബ്ജക്റ്റിനെ നടുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ കട്ട് ചെയ്ത ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഈ ക്രോസ് സെക്ഷനെ ഇതിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ തിരിച്ച് വരയ്ക്കും. അപ്പൊ ഇവിടെയാണ് ക്രോസ് സെക്ഷൻ ഉണ്ടാവുക അല്ലേ? എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ഉണ്ടാവുക? ക്രോസ് സെക്ഷൻ എങ്ങനെ ഉണ്ടാവും അല്ലേ? റെയിലിന്റെ ക്രോസ് സെക്ഷൻ. അപ്പൊ ഈ ഭാഗത്തെ ഈ ക്രോസ് സെക്ഷന് ഇത് ഇവിടെ തന്നെ സെൻട്രലാക്കി ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്? റിവോൾവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ക്രോസ് സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യാം? ആ വിത്തിൻ ദ ഫിഗർ, ഈ ഫിഗർ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കുന്നതിനാണ് റിവോൾവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയുള്ള ഈ ക്രോസ് സെക്ഷനെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ റിവോൾവ് ചെയ്യുക. ക്രോസ് സെക്ഷൻ ഇവിടെ നിന്നല്ലേ നോക്കുക കാണുന്നത്. അപ്പോൾ ഒരു ത്രൂ 90 ഡിഗ്രിയിലേക്ക് റിവോൾവ് ചെയ്ത് വരയ്ക്കുന്നതിനാണ് റിവോൾവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു റെയിൽ പാളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ പല ഒബ്ജക്റ്റിന്റെയും ഡ്രോയിങ്ങില് ഇങ്ങനെ റിവോൾവ് ചെയ്ത് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടാവും. അത് ഇതൊരു റെയിൽവേ പാളം അല്ലെ ഒരു ബീമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിവോൾവ് ചെയ്ത് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ 4 ലൈൻ മാത്രമേ കാണുള്ളൂ, നമ്മൾ മേലോട്ട് നോക്കും എന്താണെന്ന്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെക്ഷൻ വ്യൂ തന്നെ ഇതിന്റെ സെക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് റിവോൾവ് ചെയ്ത് വരയ്ക്കുന്നതിനാണ് റിവോൾവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? റിവോൾവ്ഡ് സെക്ഷൻ എന്താണ്? അങ്ങനെ തന്നെ ചിത്രം വരച്ച് വെച്ചാൽ മതി. നെക്സ്റ്റ് റിമൂവ്ഡ് സെക്ഷൻ. ഈ 2 പരീക്ഷയും ചോദിക്കുന്നതാണ് കേട്ടോ. റിമൂവ്ഡ് സെക്ഷൻ ഇതും എല്ലാ വർഷവും പരീക്ഷ ചോദിക്കുന്നതാണ്. റിമൂവ്ഡ് സെക്ഷൻ എന്താണ്? റിമൂവ്ഡ് സെക്ഷൻ
ഇതുപോലെ തന്നെ. അപ്പോൾ റിവോൾവ് സെക്ഷൻ വരയ്ക്കാൻ പോകുന്നത് റിമൂവ്ഡ് സെക്ഷൻ. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു കോളം വരയ്ക്കാം നമ്മൾ. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷനാണ്, ഇതിൻ്റെ സെൻട്രൽ ലൈൻ വരയ്ക്കാം. ക്രോസ് സെക്ഷൻ അതിൻ്റെ മേലെ ഈ മാറ്റി വരയ്ക്കുന്നതിനാണ് റിമൂവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് റെയിൽ. ഇതിൻ്റെ മേലെ ടച്ച് ചെയ്യണ്ട, ഗ്യാപ്പിട്ട് വരച്ചാൽ മതി. ഹാച്ചിങ് കാണിക്കുന്നുണ്ടോ? ക്രോസ് സെക്ഷൻ എപ്പോഴും ഹാച്ചിങ് കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന ഈ ക്രോസ് സെക്ഷനെ നമ്മൾ എന്താക്കി ഇങ്ങോട്ട് മാറ്റി വരച്ചു അല്ലേ? സെൻട്രൽ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ അങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നതിനാണ് എന്ന് പറയുന്നത് റിമൂവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വരയ്ക്കുന്നതിനാണ് റിവോൾവ് സെക്ഷൻ. ഇതിന്ന് ഈ ഒബ്ജക്റ്റിൻ്റെ എലിവേഷൻ മാറ്റി വരയ്ക്കുന്നതിനാണ്, പുറത്തേക്ക് വരയ്ക്കുന്നതിനാണ് റിമൂവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? റിവോൾഡും റിമൂവ്ഡും. ഇതിൽ തന്നെ വരയ്ക്കുന്നതാണ് റിവോൾവ്ഡ്, ഇതിൽ നിന്ന് മാറ്റി വരയ്ക്കുന്നതാണ് റിമൂവ്ഡ്. ഓക്കെ, നെക്സ്റ്റ് പാർഷ്യൽ ബ്രോക്കൺ. പാർഷ്യൽ ബ്രോക്കൺ or local and local section. Local section. അപ്പോൾ ഇത് മറ്റൊരു തരം സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് മൊത്തമായിട്ട് കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അതിൻ്റെ ഏത് ഭാഗമാണോ ഇന്റേണൽ കാണിക്കേണ്ടത് അതിനാണ് നമ്മൾ പാർഷ്യൽ ബ്രോക്കൺ ഓർ ലോക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ഒരു ഒബ്ജക്റ്റ് ഇവിടെ അങ്ങനെ വരയ്ക്കുകയാണ്. ഇതൊരു ഒബ്ജക്റ്റാണ്. ഇതിൻ്റെ ഇന്നറിൽ ത്രെഡ് ഉണ്ട്, ഔട്ടറിൽ ത്രെഡ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഇന്നറിലും അങ്ങനെ ത്രെഡ് ഉണ്ട്. അപ്പോൾ ഇന്നർ ത്രെഡിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മാത്രം കുറച്ചിങ്ങനെ ബ്രോക്കൺ ചെയ്ത് കാണിക്കും. ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുക? പുറത്തുനിന്ന് ഇവിടെ അങ്ങനെ ത്രെഡ് കാണാം അല്ലേ? പുറത്തുനിന്ന് ത്രെഡ് കാണാം. അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കട്ട് ചെയ്ത് കാണും. ഇവിടെ പുറത്തും ത്രെഡ് ഉണ്ട്, ഉള്ളിലും ത്രെഡ് ഉണ്ട്. ഈ ഉള്ളിലത്തെ ത്രെഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്തെങ്കിലും ബ്രോക്കൺ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് മൊത്തമായിട്ട് കട്ട് ചെയ്യട്ടെ, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് കാണിക്കുന്നതിനാണ് പാർഷ്യൽ ബ്രോക്കൺ ആൻഡ് ലോക്കൽ സെക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് മൊത്തമായിട്ട് നമുക്ക് കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവിടെ ഒരു ഭാഗം മാത്രം കാണിച്ചാൽ അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിനാണ് പാർഷ്യൽ ബ്രോക്കൺ ആൻഡ് ലോക്കൽ സെക്ഷൻ. ഓക്കെ, ഇനി സെക്ഷൻ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയാൻ പറ്റുന്നത്. സെക്ഷൻ ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇന്റേണൽ പാർട്സ് വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് സെക്ഷൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സെക്ഷൻ വ്യൂ ആണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി
മതി. ഇവിടെ നോക്കാം, ഇവിടെ ഒന്ന് കൂടുതൽ പാർട്സ് വരുന്നുണ്ട് അല്ലേ. ഇതൊരു സെക്ഷണൽ വ്യൂ ആണ്. അപ്പൊ ഇവിടെ ഒരു പാർട്ട് ഉണ്ട് അല്ലേ. ഇതിന് നമ്മളിങ്ങനെ ക്രോസ് സെക്ഷൻ വ്യൂ ഹാച്ച് ചെയ്തു. സെക്ഷൻ വ്യൂ ആണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഹാച്ച് ചെയ്തു. ഇതും ഇങ്ങനെ തന്നെ ചെയ്തു. ഇതൊരൊറ്റ പാർട്ടാണ് അല്ലേ. കുറച്ച് ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പാർട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഇതിങ്ങനെയല്ല ചെയ്തത്. ഇനി നമ്മൾ ഇതിനെങ്ങനെ ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാം, ഹാച്ച് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലൊരു സ്ലീവും കൂടി ഉണ്ട് വിചാരിച്ചാൽ ചെറിയൊരു സ്ലീവ് ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ കൂടി ഒരു സ്ലീവ് പോകുന്നുണ്ട്, ചെറിയ സ്ലീവ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ലീവ് ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ പാർട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ ചെറുതാക്കി കുറച്ചുകൂടി അതിൻ്റെ അകലമൊക്കെ കുറച്ചിട്ട് പിന്നെ എങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ ഉണ്ടല്ലേ. അപ്പോൾ അതാണ്, ഇതെല്ലാം ഡിഫറെൻറ്റ് പാർട്സാണ്. ഇതൊരു പാർട്സ്, ഇതൊരു പാർട്സ്, ഇതൊരു വേറൊരു പാർട്സ്, ഇത് രണ്ടും വേറൊരു പാർട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം പാർട്സ് വരുമ്പം അതിനെങ്ങനെയാണ് ഹാച്ചിങ് ലൈൻ വരയ്ക്കേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത്. സെക്ഷനിങ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ്. അപ്പോൾ ഒരു പാർട്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കാം അല്ലേ. മറ്റൊരു പാർട്ട് വരുമ്പോൾ അതിന് ഓപ്പോസിറ്റ് വരയ്ക്കാം. മറ്റേ അതിൻ്റെ ഈ ഗ്യാപ്പെല്ലാം കുറച്ചിട്ട് കുറച്ചുകൂടി അടുപ്പിച്ച് ഹാച്ചിങ് ലൈൻ വരയ്ക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതാണ് ഡ്രോയിങ് ഹാച്ചിങ് ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ്, ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഹാച്ചിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സെക്ഷനിങ് ഓഫ് ലാർജ് ഏരിയ. ഇപ്പോൾ വലിയൊരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത്. അപ്പം അത്രയും ഭാഗം ഇങ്ങനെ ഹാച്ചിങ് ലൈൻ വരച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും ഒരുപാട് ഹാച്ചിങ് ലൈൻ വരയ്ക്കാൻ പകരമായിട്ട് അതിൻ്റെ ബൗണ്ടറിയിലൊക്കെ ഇങ്ങനെ ഹാച്ചിങ് ലൈൻ വരയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഹാച്ചിങ് ലൈൻ വരയ്ക്കുന്നതിനാണ് സെക്ഷനിങ് ഓഫ് ലാർജ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റൈലാണ്, സെക്ഷനിങ് ഓഫ് ലാർജ് ഏരിയ. അപ്പോൾ അത് മൊത്തമായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരമായിട്ട് ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ സെക്ഷൻ ചെയ്ത് കാണിക്കുന്നതിനാണ് സെക്ഷനിങ് ഓഫ് ലാർജ് ഏരിയ. അപ്പോൾ മൊത്തമായിട്ട് വലിയൊരു ഏരിയ, ഒരുപാട് ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, വലിയ ഡ്രോയിങ് ഷീറ്റിലൊക്കെ വരയ്ക്കുമ്പോൾ ഒരുപാട് ഏരിയ സെക്ഷൻ ചെയ്യേണ്ട, ഇങ്ങനെ സെക്ഷൻ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ലാർജ് ഏരിയ സെക്ഷൻ ചെയ്യേണ്ട മെത്തേഡാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ഭാഗങ്ങളൊക്കെ ഒരു ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യുന്നേരം നെട്ട്, ബോൾട്ട്, കീസ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് ചെയ്യുന്ന സെക്ഷൻ ചെയ്ത് കാണിക്കേണ്ട. അപ്പോൾ ഇവിടെ രണ്ട് പാർട്സ് വരാൻ പറ്റും. ഇവിടെ രണ്ട് പ്ലേറ്റുകളെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഒരു നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് വിചാരിച്ചു. ഇതൊരു ബോൾട്ട്, ഇവിടെ ഒരു നെട്ട് വരികയാണ്. ഇപ്പോൾ അപ്പോൾ ഒരു രണ്ട് പ്ലേറ്റുകൾ എങ്ങനെ നെട്ടും ബോൾട്ടും ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ വ്യൂ വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾ ഈ പ്ലേറ്റിന് നമ്മൾ ഇങ്ങനെ സെക്ഷൻ ചെയ്യാം അല്ലേ. ഇവിടെ അങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ സെക്ഷൻ ചെയ്യും.
സെക്ഷൻ ചെയ്യും. അപ്പോൾ ഇതാണ് പ്ലേറ്റുകളുടെ സെക്ഷൻ. ഈ ബോൾട്ടിൽ നമ്മൾ സെക്ഷൻ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. ഇതാണ് കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ. ചില കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, സെക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചില ഘട്ടനം നെറ്റ്, ബോൾട്ട്, റിവെറ്റ്, അതുപോലെ തന്നെ വെബ് ഒക്കെ വരുന്ന നേരം എന്ത് ചെയ്യണ്ട, നമ്മൾ ആ ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെബ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ നമുക്ക്? ഇപ്പൊ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ട് ഇവിടെ. സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടറിനെ ഇങ്ങനെ താങ്ങി നിർത്താൻ വേണ്ടി 2 വെബ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് വെബ് എന്ന് പറയുന്നത്. ഒരു ചെറിയ തിക്കുള്ള പ്ലേറ്റിൽ ഇങ്ങനെ ഇവിടെ പിടിപ്പിക്കുന്നത് ചെയ്തിട്ടുണ്ട്. ഈ 2 പാർട്സിനാണ് നമ്മൾ വെബ് എന്ന് പറയും. അപ്പൊ നമ്മൾ സെക്ഷൻ ചെയ്യുമ്പോൾ ഈ വെബിനെ സെക്ഷൻ ചെയ്യണം വേണ്ട. ഇവിടെ എന്തെങ്കിലും വരയ്ക്കാം. ഇവിടെ വരയ്ക്കുന്നേരം നോക്കിയോ. അപ്പൊ നമ്മളിങ്ങനെ വരച്ചു. ഇവിടെ ഉള്ളിൽ കൂടി ഹോൾ ഉണ്ട് അല്ലേ? ഹോളുണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ സെക്ഷൻ ചെയ്യാം. മൊത്തമായിട്ട് ഒരു പീസാണ് അല്ലേ? അപ്പൊ ഇവിടെ 2 വെബ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണ്ട, സെക്ഷൻ ചെയ്ത് കാണിക്കണ്ട. അതിനെങ്ങനെ തന്നെ ഒരു ലൈനായിട്ട് കാണിച്ചാൽ മതി. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെക്ഷനിങ് ഓഫ് വെബ്. വെബിനൊന്നും നമ്മൾ സെക്ഷൻ ചെയ്യേണ്ട. അപ്പോൾ വെബ്, നെറ്റ്, ബോൾട്ട്, കീസ്, റിവെറ്റ്സ് ഇവനൊന്നും നമ്മൾ സെക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് കണ്ടീഷൻസ് ഓഫ് സെക്ഷനിങ്. പിന്നെ മറ്റൊന്ന് ഇതിൽ പറയാനുള്ളത്, ഈ പാഠത്തിൽ പറയാനുള്ളത് കൺവെൻഷണൽ റെപ്രസെന്റേഷൻ ഓഫ് മെറ്റീരിയൽസ്. വിവിധ തരം മെറ്റീരിയലുകളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാം, അതാണ് നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. കൺവെൻഷണൽ റെപ്രസെന്റേഷൻ ഓഫ് മെറ്റീരിയൽസ്. ഓരോ തരം മെറ്റീരിയൽസ് ഇതിൽ പറയുന്നുണ്ട്. കാസ്റ്റേൺ, സ്റ്റീല്, കോപ്പർ ആൻഡ് ഇറ്റ്സ് അലോയ്സ്. എവിടെ ഇതാ, കാസ്റ്റേൺ, സ്റ്റീൽ ആൻഡ് കോപ്പർ ആൻഡ് ഇറ്റ്സ് അലോയ്സ്. അപ്പോൾ കാസ്റ്റേൺ, സ്റ്റീൽ, കോപ്പർ ആൻഡ് ഇറ്റ്സ് അലോയ്സ്, അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ്. നെക്സ്റ്റ് അലൂമിനിയം and its alloys. Cast iron, steel, copper and its alloys, aluminum and its alloys. ഇത് വരുന്നേരം ഈ പദാർത്ഥങ്ങൾ വരുന്നേരം അത് നമ്മൾ എങ്ങനെയാണ് ഒരു ഡ്രോയിങ്ങിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഇപ്പൊ പലതരം മെറ്റൽ ഉപയോഗിച്ചിട്ട് പിന്നെ മെഷീനറി പാർട്സുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ പാർട്സിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നേരം അപ്പൊ അത് സ്റ്റീലാണോ, കാസ്റ്റേൺ ആണോ, അല്ല അലൂമിനിയം ആണോ, കോപ്പർ ആണോ, കോപ്പർ അലോയ്സ് ആണോ, അലൂമിനിയം അലോയ്സ് ആണോ നമ്മൾ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ, മെറ്റൽസിനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സിംബോളിക്കലായിട്ട് ഓരോ അടയാളങ്ങൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ പാഠത്തിൽ പ്രതിപാദിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അലോയ്സിനൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ, അപ്പൊ അതൊക്കെ എന്താണ്, 45 ഡിഗ്രിയിൽ ഇങ്ങനെ ചരിച്ച് വരച്ചു. അപ്പോൾ ഇത്രയും പറഞ്ഞ അലോയ്സിന്, മെറ്റൽസിനൊക്കെ തിരിച്ചറിയാനുള്ളൊരു സിമ്പിളാണിത്. ഒരു ഭാഗത്തേക്ക് ഒരു 90 ഡിഗ്രി ചരിച്ച് അല്ല 45 ഡിഗ്രി ചരിച്ച് വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ സിംബോളിക്കലായി റെപ്രസെന്റ് ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് കാസ്റ്റേൺ, സ്റ്റീല്, കോപ്പർ ആൻഡ് നിക്കൽ, അലൂമിനിയം ആൻഡ് നിക്കൽ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കണം. എല്ലാ പരീക്ഷയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ പ്രത്യേകമായിട്ട് ഒരു ഷോർട്ടാക്കി ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ കാസ്റ്റേൺ, സ്റ്റീല്, കോപ്പർ. അപ്പോൾ ഇതിനാണ് നമുക്ക് CSC എന്ന് പറയാം അല്ലേ? CSCA, കാസ്റ്റേൺ, സ്റ്റീല്, കോപ്പർ, അലൂമിനിയം. CSCA അല്ലേ? CSCA അല്ലെ? തിരിച്ചു വേണമെങ്കിൽ പറയാം. CSCS.
അങ്ങനെ എന്ത് വേണേ അല്ലെ CCSA എന്നോ എന്ത് വേണേ പറയാം. അപ്പൊ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ കോപ്പർ, കാസ്റ്റ് അയൺ, കോപ്പർ, സ്റ്റീല്, അലൂമിനിയം. അപ്പൊ അതിൻ്റെയൊക്കെ സിംബോളിക്കലായി റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിളാണിത്. നെക്സ്റ്റ് ലെഡ്, സിങ്ക്, ടിന്ന്, വൈറ്റ് മെറ്റൽ. വൈറ്റ് മെറ്റൽ. അപ്പോൾ ലെഡ്, സിങ്ക്, ടിന്ന്, വൈറ്റ് മെറ്റൽ. അപ്പൊ അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ആദ്യം എങ്ങനെ വരയ്ക്കാം, പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് എങ്ങനെ വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ഓപ്പോസിറ്റ് ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ച് സിംബോളിക്കലായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത്? ലെഡ്, സിങ്ക്, ടിന്ന്, വൈറ്റ് മെറ്റൽ. ഇവിടെയാണ് നമുക്ക് ഇങ്ങനെ പറയാം LWTZ. ലെഡ്, വൈറ്റ് മെറ്റൽ, സിങ്ക്, ടിന്ന്, സിങ്ക്. എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും. LWTZ, ലെഡ്, വൈറ്റ് മെറ്റൽ, ടിന്ന്, സിങ്ക്. ഓക്കെ. അപ്പൊ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ടായിട്ട് ഇതെല്ലാം ഓർമ്മിക്കാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഗ്ലാസ് ആണ്. ഗ്ലാസ് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിളൊക്കെ പല ചിത്രത്തിലൊക്കെ കാണാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പം ഗ്ലാസ്സിന് എങ്ങനെയാണ്? ആദ്യം ഒരു വലിയൊരു വര, അതിൻ്റെ രണ്ട് ഭാഗത്തും ചെറിയ ചെറിയ ലൈനുകൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതെന്താണ്? ഗ്ലാസ്. ഗ്ലാസ്സിന് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ. അപ്പൊ എങ്ങനെയാണ് ഗ്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? നടുവിന് മാത്രം, വേറൊന്നും കണ്ടിന്യൂസ് ലൈൻസ് ഇല്ല. അത് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും തോന്നുന്നു അല്ലേ? ഗ്ലാസ്. നെക്സ്റ്റ് നമുക്ക് മാർബിൾ, പോർസലിൻ, സ്റ്റോൺവെയർ, സ്ലേറ്റ്. സ്ലേറ്റ് കണ്ടില്ല നിങ്ങളെ? അതൊരു കല്ലാണ് അല്ലേ? മാർബിൾ കല്ലാണ്, പോർസലിൻ കല്ലാണ്, സ്റ്റോൺവെയർ കല്ലിന്റെ പലതരം ഉൽപ്പന്നങ്ങൾ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. വേറെ വരയ്ക്കാം. ഒരു 3-4 സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിന്റെ മേലെ കൂടി എന്ത് ചെയ്യാം? 45 ഡിഗ്രിയിൽ ഇങ്ങനെ ചരിച്ച് വരയ്ക്കാം. എങ്ങനെ വരച്ചാൽ എന്താണ്? മാർബിള്, പോർസലിൻ, സ്റ്റോൺവെയർ, സ്ലേറ്റ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? SSMP എന്ന് പറയും അല്ലേ? SSMP എന്താണ്? സ്റ്റോൺവെയർ, സ്ലേറ്റ്, മാർബിൾ, പോർസലിൻ അല്ലേ? SSMP എന്ന് പറഞ്ഞാൽ സ്റ്റോൺവെയർ, സ്ലേറ്റ്, മാർബിൾ, പോർസലിൻ. ഇത് ഏത് വന്നാലും ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. 3-4 സ്ട്രേറ്റ് ലൈൻ, പിന്നെ ഇതിന്റെ മേലെ കൂടി ചരിച്ചിട്ട് 45 ഡിഗ്രിയിൽ വരയ്ക്കാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നോ ചോദിക്കുള്ളൂ കേട്ടോ. ചിലപ്പോൾ സ്ലേറ്റ് ചോദിച്ചു, മാർബിൾ വന്നാൽ അങ്ങനെ വരയ്ക്കണ്ട. അപ്പൊ ഇത് വരച്ചോളൂ. പോർസലിൻ വന്നാലും ഇത് വരയ്ക്കണം. സ്റ്റോൺവെയർ എന്ന് ചോദിച്ചാലും ഇത് തന്നെ. നെക്സ്റ്റ് ലിക്വിഡ്. പിന്നെ എല്ലാവർക്കും അറിയാൻ പറ്റില്ലേ? ലിക്വിഡ് എങ്ങനെയാ വരയ്ക്കാം? ഫുള്ള് വരയ്ക്കണ്ട, സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം നിൽക്കുന്ന മാതിരി ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതാണ് ഇത് ലിക്വിഡിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നെക്സ്റ്റ് വുഡ്, പ്ലൈവുഡ്. പ്ലൈവുഡിന്റെ ഗ്രെയിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല? മരത്തിന്റെ ഡോറ്, അതുപോലെ ഫർണിച്ചറൊക്കെ കണ്ടിട്ടുണ്ടാവില്ല? അതിന്റെ മേലെ കാണാം അല്ലേ?
എന്തുണ്ടാവും? കുറേ ചുഴികൾ അതും ഇതൊക്കെ ആയിട്ട് നാച്ച പോലെ കെട്ടിയമായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അല്ലേ? ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ക്രോസ് ഗ്രെയിനും പിന്നെ സ്ട്രേറ്റ് ഗ്രെയിൻ ഉണ്ടാവും. സ്ട്രേറ്റ് ഗ്രെയിൻ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു വസ്തുത ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ സൂചിപ്പിച്ചാലാണ് എന്ത് വുഡ് ആൻഡ് പ്ലൈവുഡിനെ നമുക്ക് ഇങ്ങനെ കാണിക്കുക. ഇത് എളുപ്പമാണ്. മരത്തിൻ്റെ ഓരോ സ്ട്രക്ചറാണ് അല്ലേ? പല മരത്തിനും പിന്നെ ഗ്രെയിൻസ് ആയിട്ടുണ്ടാവും. തെങ്ങും കവുങ്ങും ഒക്കെ അത് ഗ്രെയിൻസ് ആയിട്ട്, പ്ലാവ് തേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ പ്രത്യേക ഗ്രെയിൻസ് ആയിട്ട്. അപ്പോൾ അതിൽ നമുക്ക് വുഡ് പ്ലൈവുഡിനെ ഇങ്ങനെ കാണിക്കും. നെക്സ്റ്റ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് പലരും കണ്ടല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ കോൺക്രീറ്റ് എങ്ങനെ ഉണ്ടാകുക? സിമെന്റ്, മണല്, മെറ്റൽ അല്ലേ? സിമെന്റ്, മണല്, മെറ്റൽ. അപ്പൊ എന്ത് കാണിക്കാം? കുറച്ച് മെറ്റൽ ഇങ്ങനെ കാണിക്കാം. മെറ്റൽ കാണിക്കുക. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം? കുറേ കുത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കോൺക്രീറ്റ് ആയില്ലേ? മണലും മെറ്റലായി അല്ല, മണലും സിമെന്റും. മണല്, സിമെന്റ്, മെറ്റൽ. ഇത് രണ്ടും എന്താണ്? സിമെന്റ്, മണൽ, ഇത് മെറ്റൽ. അപ്പൊ അങ്ങനെ കാണിച്ചത് കോൺക്രീറ്റ്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണുള്ളത്. 3 2 5 8 8 ഐറ്റംസ് ആണ്. ഇതിൽ എന്ത് വന്നാലും എല്ലാ പരീക്ഷയും ചോദിക്കുന്നതാണ്. ഒരു 4 മാർക്കിന് 6 മാർക്കിന് ഏതെങ്കിലും ഒരു കോൺക്രീറ്റിൻ്റെ എങ്ങനെയാ വരയ്ക്കുക, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഗ്ലാസ്, പോർസലൈൻ അല്ലെ സ്റ്റീല്, ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ശരിക്കും പഠിച്ചു വെച്ച് ഈസി ആയി നമുക്ക് 4 മാർക്ക് 6 മാർക്കോ 8 മാർക്കൊക്കെ വാങ്ങാൻ കഴിയും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെഷൻ വ്യൂസിലുള്ളത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? കഴിഞ്ഞ ഇതിൽ ഓർത്തോഗ്രാഫിക് വ്യൂസ് മൾട്ടി വ്യൂ പ്രൊജക്ഷനൊക്കെ വരച്ച മാതിരി തന്നെ ഒബ്ജക്റ്റ് വരച്ചിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എലിവേഷൻ, സെക്ഷൻ എലിവേഷനും മറ്റേ സൈഡ് വ്യൂ ഒക്കെ വരയ്ക്കണം. അപ്പോൾ എത്രയാണ് അതിൽ തിയററ്റിക്കലായിട്ടും ചെറിയ ചെറിയ ചിത്രങ്ങളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെഷൻ ഞങ്ങൾ വരച്ചിരുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഒരു 1 2 ഫിഗറും കൂടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക. സെക്കൻഡ് ചാപ്റ്ററാണ്. ഇനി ഒരുപാട് ചാപ്റ്റർ നമുക്ക് എടുക്കാനുണ്ട്. അതൊക്കെ കുറച്ചുകൂടി സ്പീഡായിട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? എല്ലാവരും നന്നായിട്ട് കൃത്യമായിട്ട് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നോട്ട്സ് വേണേൽ ഞാൻ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഇട്ടുതരാം. അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ. ചിത്രം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമ്മൾ വൃത്തിയായിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.